അനുഗ്രഹീത എഴുത്തുകാരനും പ്രഭാഷകനുമായ PMA ഗഫൂർ എത്രയായാലും മനുഷ്യരല്ലേ എന്ന പുസ്തകത്തിൽ കുറിക്കുന്ന അതിമനോഹരമായിരിക്കുന്ന ഒരു ചിന്തയുണ്ട്. 5 മക്കളുള്ള ഒരമ്മയോട് ഒരാൾ ചോദിച്ചു, ഉമ്മ, അങ്ങയുടെ മക്കളിൽ ആരോടാണ് കൂടുതൽ സ്നേഹം? ഉമ്മയുടെ മറുപടി മനോഹരായിരുന്നു. അതോ 5 പേരിൽ ആർക്കാണോ എന്നെ കൂടുതൽ ആവശ്യം, അവരോടാണ് എനിക്ക് കൂടുതൽ സ്നേഹം പോലും. അപ്പോൾ അതാരാണ് എന്ന് ചോദ്യകർത്താവ് വീണ്ടും ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞ മറുപടിയാണ് മനോഹരം. അത് ഓരോ സമയത്തും വ്യത്യാസപ്പെട്ടിരിക്കും. 5 മക്കളിൽ ഒരാൾക്ക് പനി വന്നാൽ അപ്പോൾ അയാൾക്കായിരിക്കും എന്നെ കൂടുതൽ ആവശ്യം. 5 പേരിൽ ഒരാൾ പരീക്ഷയ്ക്ക് തോറ്റു വരുമ്പോൾ അപ്പോൾ പരീക്ഷയിൽ തോറ്റ കുട്ടിക്കായിരിക്കും എന്നെ കൂടുതൽ ആവശ്യം. വിശുദ്ധ വേദപുസ്തകത്തിൽ ആരാണ് നല്ല അയൽക്കാരൻ എന്ന ചോദ്യത്തിന് യേശുതമ്പുരാൻ പറഞ്ഞ ഉപമയെ മനോഹരമായി പഠിച്ച് മനസ്സിലാക്കാൻ നമ്മൾ മനസ്സ് കാണിച്ച ഒരു കാര്യം മനസ്സിലാക്കും. ആരാണോ ആവശ്യത്തിലിരിക്കുന്നത് അയാളാണ് നമ്മുടെ യഥാർത്ഥ അയൽക്കാരനായി നമ്മൾ നോക്കിക്കാണേണ്ടത്. ആർക്കാണോ എന്നെ കൂടുതൽ ആവശ്യം, അവരോടാണ് എനിക്ക് കൂടുതൽ സ്നേഹം തോന്നുക എന്ന് 5 മക്കളുള്ള ഒരമ്മയുടെ മറുപടി നമ്മുടെ മനസ്സിനെയും ആഴത്തിൽ സ്വാധീനിക്കേണ്ടത്. സ്നേഹം എന്ന് പറയുന്നത് എല്ലാവർക്കും തുല്യ അളവിൽ തൂക്കി നൽകേണ്ടുന്ന ഒന്നല്ല. മറിച്ച് ആർക്കൊക്കെയാണോ സ്നേഹത്തിൻ്റെ ആവശ്യത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉള്ളത്, ആവശ്യത്തിനനുസരിച്ച് പകർന്നു കൊടുക്കേണ്ടുന്നതാണ് സ്നേഹമെന്ന പാഠം നമ്മൾ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കണം. ആഹാരം പാകം ചെയ്യുമ്പോൾ എല്ലാ കാര്യത്തിനും അളവ് പറയുന്ന പാചക വിദഗ്ധര് ഉപ്പിൻ്റെ കാര്യം വരുമ്പോൾ മാത്രം അളവ് പറയുന്നത് ഒരു വാക്കുപയോഗിച്ചിട്ടാണ്. നമുക്കറിയാം എന്താണത്? ഉപ്പ് പാകത്തിന് എന്നാണ്. സ്നേഹവും നമ്മൾ മറ്റുള്ളവർക്കായി പകർന്നു കൊടുക്കേണ്ടുന്നത് അവർക്ക് എത്ര ആവശ്യമുണ്ടോ അതേ ആവശ്യത്തിൻ്റെ അളവനുസരിച്ച് പാകത്തിനാണ് കൊടുക്കേണ്ടത്. ഈ നോമ്പ് നമ്മുടെ ജീവിതത്തെ സ്നേഹം കൊണ്ട് നിറയ്ക്കുവാൻ, മറ്റുള്ളവരുടെ ജീവിതത്തിന് എന്തുമാത്രം ആവശ്യമുണ്ടോ അതേ അളവിൽ സ്നേഹം പകർന്നു കൊടുക്കാനുള്ള അനുഗ്രഹീത ദിവസങ്ങളായി മാറ്റപ്പെടട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.